വരുന്ന വെള്ളിയാഴ്ച ജൂൺ 19 തന്നെ ഇതാ അമേരിക്ക ഇറാൻ യുദ്ധം അവസാനിക്കുന്നു എന്ന സൂചന വന്നത് മുതൽ ലോകം പുതിയൊരു ദിശാബോധത്തിലേക്ക് നീങ്ങവേ ഇന്ത്യത പ്രസിഡന്റ് ട്രംപ് പറയുന്നൊരു കാര്യം, ഹോർമൂസ് കടലിടുക്കിൻ്റെ ഒരു ഭാഗത്തുകൂടി കപ്പലുകൾ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന അറിയിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ്. ട്രംപ് അതിന് പറയുന്നത് സുരക്ഷിതമായ ഒരു പാത ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായി വരികയും പ്രത്യേകിച്ച് ദക്ഷിണ ഹൈവേ എന്നൊരു പേരുമിട്ട് കൊടുത്തു. അദ്ദേഹം പറയുന്നു ആ ദക്ഷിണ ഹൈവേയിലൂടെ കപ്പലുകൾ നീങ്ങിത്തുടങ്ങി, ബാക്കിയുള്ള കപ്പലുകൾ ഇതാ ലോഡ് എണ്ണ നിറച്ചു തുടങ്ങി. അതുകൊണ്ട് യാത്രകൾ തുടരുകയാണ്, ശുഭകരമായ കാര്യത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് ഈ ദക്ഷിണ ഹൈവേ, സദേൺ ഹൈവേ എന്നിവിടെ ട്രംപ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്: മുസന്തം അല്ലെങ്കിൽ ഒമാൻ തീരത്തോട് ചേർന്നുള്ള സുരക്ഷിതമായ പാതയാണ് സദേൺ ഹൈവേ എന്ന് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഭാഗത്ത് പറയുന്നത്. അവിടെ കൂടിയുള്ള സർവീസാണ് ഇന്ന് ഈ ജൂൺ 15 തിങ്കളാഴ്ച ആരംഭിച്ചിരിക്കുന്നതെന്ന് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂൺ 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഒപ്പുവെച്ച ശേഷം ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് പുറത്തു വരുമ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭ ഈ കരാറിനെ എൻഡോഴ്സ് ചെയ്യണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണത്തിന് വരാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇസ്മായിൽ ബഖൈ അറിയിച്ചിരിക്കുകയാണ്. അല്ലറ ചില്ലറ കൊനഷ്ടുകൾ വീണ്ടും വരാനുള്ള സാധ്യത എന്ന് ആഗോള മാധ്യമങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒടുവിൽ ഇറാൻ ഒരു നിർദ്ദേശം ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്നത്, എല്ലാം ശരി, പക്ഷേ ഹോർമൂസ് കടലിടുക്കിലൂടെ 19 ശേഷം പോകുന്ന കപ്പലുകൾ മെറിടൈം ഫീസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഫീസ് ഇറാൻ കൊടുക്കണം, അത് നിർബന്ധമാക്കണമെന്ന് അവസാനം എഴുതി ചേർത്തു എന്ന് അവകാശപ്പെടുകയാണ്. കൃത്യമായിട്ട് എന്തൊക്കെയാണ് 1, 2, 3, 4, 5 എന്ന രൂപത്തിലുള്ള ഈ ഡ്രാഫ്റ്റിൻ്റെ എഗ്രിമെൻ്റ്, ടേംസ് എന്താണ്, കണ്ടീഷൻ എന്താണ്, ഇതുവരെ ആർക്കും അറിയില്ല. 2 കൂട്ടരും രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ചോർത്തി കിട്ടിയ ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നു, അമേരിക്കയുടെ ബ്ലോക്കേഡ് മാറുന്നു, ഇറാന് എണ്ണ വിൽക്കാനുള്ള അവസരം കിട്ടുന്നു, 25 ബില്യൻ്റെ ഫ്രോസൺ സ്വത്ത് വീണ്ടും തിരിച്ചു കിട്ടാനുള്ള അവസരം ഇറാൻ കൈവരുന്നു, യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു, അതിനെ മൂടി വെക്കണോ പുറത്ത് കൊടുക്കണമോ അക്കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് പറയുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സർവീസ് ഫീസ് മറ്റുള്ള രാജ്യങ്ങൾ സമ്മതിച്ച് കൊടുക്കുമോ? അങ്ങനെ പറ്റില്ല എന്നും അത് ടോൾ ഫ്രീ ആക്കുന്ന ഒരു കാലം വരണമെന്നുമാണ് JD വാൻസ് എന്ന അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ന് അല്പം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഈ വാശി ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുമെങ്കിൽ ജൂൺ 19 ആശങ്കയുണ്ടാകുമോ എന്ന ഭീതി ലോകത്ത് സമാധാനം ഇഷ്ടപ്പെടുന്നവർക്കുണ്ട്. എല്ലാ സുപ്രധാന രാജ്യങ്ങളും ഈ നിർദ്ദിഷ്ട കരാറിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ലോകത്തൊരു 108-110 ദിവസം കഴിയുമ്പോഴെങ്കിലും ഒരു സമാധാനം പുലരുമല്ലോ എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. UAE ആദ്യം തന്നെ ഈ കരാർ ഡിപ്ലോമസിയുടെ പ്രാധാന്യം വിളിച്ചു പറയുന്നതാണ് എന്ന് പ്രതികരിച്ചിരിക്കുന്നു. ഒമാൻ പറയുന്നത് ഡിപ്ലോമസിയും ഒപ്പം കോമൺ സെൻസിൻ്റെ കരാറാണിത്, സാമാന്യ ബോധം ഈ ലോകത്തുണ്ടെന്ന് ബോധ്യമാക്കുന്നതാണെന്ന് ഒമാനടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നു. എന്തിന് ഹിസ്ബുള്ള സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ളയുടെ ലെബനോൻ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കരാർ എന്നത് വ്യക്തമായി വരികയാണ്. അത്തരത്തിലൊരു സമാധാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലോകത്ത് പുതുതായി ഉണ്ടായി വരികയാണ്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ട്രംപ് യൂറോപ്പിലെത്തി, സ്വിറ്റ്സർലൻഡിലെത്തി എന്ന അറിയിപ്പും വരികയാണെന്ന്. ഫ്രാൻസിൽ ഇന്ന് ആരംഭിച്ച് ബുധനാഴ്ച രാത്രി വരെ നീണ്ടു നിൽക്കുന്ന G7 ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് പ്രത്യേകിച്ച് ക്ഷണിച്ചത് പ്രകാരം UAEയുടെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പങ്കെടുക്കുകയാണ് എന്ന അറിയിപ്പും കിട്ടിയിരിക്കുകയാണ്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇനി 4 രാത്രികൾ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം രാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലരുന്നത് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ടാണ് ജൂൺ 15 ഈ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നത്. നന്ദി. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.